Good morning, students. In this session, we will study two topics, that is life cycle of silkworm and silk gland. Okay. So first of all, we will discuss briefly regarding the life cycle of silkworm. നമുക്കറിയാം സിൽക്ക് വോം ഒക്കെ സിൽക്ക് മോത്ത് നിന്നാണ് അത് പിന്നീട് സിൽക്ക് വോമായിട്ട് മാറുന്നത്. അപ്പോൾ സിൽക്ക് മോത്തുകളെല്ലാം തന്നെ ഓർഡർ ലെപ്പിഡോപ്റ്റീറ എന്ന് പറയുന്ന ഒരു ഓർഡറിൽ വരുന്ന ഓർഗാനിസംസ് ആണ്. ഒത്തിരിയും ജീനസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചു ബോംബിക്സ് മോറി, വിച്ച് ഈസ് വെരി കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് ഓഫ് സിൽക്ക് വോം. ഏകദേശം ഒരു 95% നമ്മൾ കൊമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിൽക്ക് ബോംബിക്സ് മോറിയിൽ നിന്നാണ് അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. Okay, and there are other members of different genus. For example, Antherae എന്ന് പറയുന്നത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള സിൽക്ക് വോംസിൻ്റെ ഒരു ജീനസ് ആണ്. അതിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് മെമ്പേഴ്സ് ആന്ത്രിയെ റോയിലി, ദെൻ ആന്ത്രിയെ പെറിനി എന്ന് പറയുന്നതൊക്കെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് സിൽക്ക് വോം ആണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ദ സിൽക്ക് ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി സിൽക്ക് വോം ഫ്രം ദി ഓർഡർ ലെപ്പിഡോപ്റ്റീറൻ. ലെപ്പിഡോപ്റ്റീറൻ ഓർഡറിൽ വരുന്നത് ഒത്തിരിയും ഇൻസെക്റ്റുകളുണ്ട്, അതേപോലെ മറ്റു പല ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ ഈ ഓർഡറിൽ വരുന്ന ഒരു പെർട്ടിക്കുലർ സ്പീഷിയാണ് ആന്ത്രിയെ റോയിലി, അതേപോലെ ആന്ത്രിയെ പെറിനി, പിന്നെ അതേപോലെ തന്നെ ബോംബിക്സ് മോറിയൊക്കെ. ഓക്കെ, സോ റിഗാർഡിംഗ് ദ ലൈഫ് സൈക്കിൾ, the silk moth, which are actually sexual dimorphism, they exhibit sexual dimorphism, that is the male and the female moth can be distinctly identified. നമുക്ക് മെയിൽ മോത്ത് ഏതാണ് ഫീമെയിൽ മോത്ത് ഏതാണ് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഒരു പെക്യുലർ ഫീച്ചറിനെയാണ് നമ്മൾ സെക്ഷുവൽ ഡൈമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും മോത്തിൽ ഫീമെയിൽ മോത്ത് എപ്പോഴും അതിൻ്റെ സൈസ് compared to male, their size is much larger, and likewise we can identify easily which one is the male and female. And the female silk moth lays eggs on the leaves, and ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഒരുപാട് എഗ്സ് ലേ ചെയ്യും, ആൻഡ് ഇറ്റ് സൈസ് ഇസ് കമ്പാരിറ്റീവ്ലി വെരി ടൈനി. ഓക്കെ, വളരെ ചെറിയ എഗ്സ് സിൽക്ക് മോത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു 2 ആഴ്ച കാലയളവിൽ അത് ഫ്രം ദിസ് എഗ്സ് they forms the caterpillar, and this caterpillar we will call it as the silk worm. അതിനാണ് നമ്മൾ സിൽക്ക് worm എന്ന് പറയുന്നത്. ഈ കാറ്റർപില്ലറിന് ഒരു പ്രത്യേകത, they are very active and they are very ferocious eaters. ഒത്തിരി വളരെ ആക്റ്റീവായിട്ട് ഒരുപാട് മെയിൻലി മൾബറി ലീവ്സ് ഒക്കെ, ഫോർ എക്സാമ്പിൾ ബോംബിക്സ് മോറിയൊക്കെ ദാറ്റ് മെയിൻലി ഫീഡ്സ് ഓൺ ദി മൾബറി ലീവ്സ്. അപ്പോൾ ഒത്തിരിയും ഫെറോഷ്യസ് ആയിട്ട് ഒത്തിരിയും ഫുഡ് കഴിക്കുന്ന ഒരു വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഈ കാറ്റർപില്ലേഴ്സ്. ഓക്കെ, ആൻഡ് ബ്ലാക്ക് ടൈനി കാറ്റർപില്ലർ ഹാച്ചസ് ഔട്ട് ഓഫ് ദി എഗ്സ്, ആൻഡ് കാറ്റർപില്ലേഴ്സ് ഈറ്റ്സ് മൾബറി ലീവ്സ് ആൻഡ് ദി ഗ്രോസ് ബിഗർ ആൻഡ് ബിഗർ. അത് ഫീഡ് ചെയ്ത് അതിൻ്റെ സൈസ് ഒരു മാക്സിമം സ്റ്റേജ് എത്തിക്കഴിയുമ്പോഴേക്കും ദേ അണ്ടർഗോ മോൾട്ടിങ്. ഓക്കെ, ഈ സ്റ്റേജ് കഴിഞ്ഞിട്ട് ആണ് ഈ കാറ്റർപില്ലേഴ്സ് അതിൻ്റെ ഒരു 2 ആഴ്ച വീണ്ടും കഴിയുമ്പോഴേക്കും ഇറ്റ് സ്റ്റാർട്ട്സ് ടു പ്രൊഡ്യൂസ് ഫൈബ്രസ് പ്രോട്ടീൻ. അതൊരു ഫൈബ്രസ് ആയിട്ടുള്ളൊരു പ്രോട്ടീൻ അത് സെക്രീറ്റ് ചെയ്യും, ആൻഡ് ദാറ്റ് ഫൈബ്രസ് പ്രോട്ടീൻ ഈസ് ആക്ച്വലി ലിക്വിഡ് ഇൻ സ്റ്റേറ്റ്, ബട്ട് വെൻ ഇറ്റ് കംസ് contact with the atmosphere, or when it comes out of its body, it gets hardens. ആ ഒരു ഫൈബ്രസ് പ്രോട്ടീൻ ഹാർഡൻ ചെയ്തു പോകും, ആൻഡ് ഇറ്റ് ഈസ് വൗണ്ട് അറൗണ്ട് ഇറ്റ്സ് ബോഡി ടു ഫോം എ കൊക്കൂൺ. ഓക്കെ, അപ്പോൾ ഈ കൊക്കൂൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ ഫൈബ്രസ് പ്രോട്ടീൻ ദാറ്റ് ഇസ് സെക്രീറ്റഡ് ഫ്രം ദി കാറ്റർപില്ലേഴ്സ് ബോഡി. അതൊരു മാക്സിമം ഒരു സൈസ്, അല്ലെങ്കിൽ അത് മെച്യൂർ ആയി കഴിയുമ്പോഴേക്കും, കാറ്റർപില്ലർ ഒന്ന് സൈസ് എൻലാർജ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇറ്റ് സ്റ്റാർട്ട്സ് പ്രൊഡ്യൂസിങ് എ പ്രോട്ടീൻ, എ ഫൈബ്രസ് പ്രോട്ടീൻ. ഓക്കെ, ആൻഡ് ദിസ് ഫൈബ്രസ് പ്രോട്ടീൻ ഈസ് നത്തിങ് ബട്ട് ദ സിൽക്ക് ത്രെഡ്. അതൊരു എൻവയോൺമെൻറ്റുമായിട്ട് അത് കോണ്ടാക്റ്റ് വന്നു കഴിയുമ്പോഴാണ് അത് കുറച്ചും കൂടെ ഹാർഡൻ ആയിട്ട് മാറുന്നത്. Okay, and they forms the cocoon around the caterpillar, and this cocoon is bound with the silk thread. Actually, a cocoon, it is made up of a large number of silk thread.
ഇനി അപ്പോൾ കാറ്റർപില്ലർ ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്, കൊക്കൂണിൻ്റെ അകത്തിരിക്കും. അതിനുശേഷം ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ഈ കൊക്കൂണിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള കാറ്റർപില്ലേഴ്സിന് ഒരുപാട് ചേഞ്ചസ് വന്നാണ് അത് പിന്നീട് പ്യൂപ്പൽ സ്റ്റേജായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, പ്യൂപ്പൽ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴാണ് we people actually extract this outer cocoon layer and we take out this cocoon and we unwind it and we make the silk thread from the cocoon. Okay, അപ്പോൾ inside the cocoon what is there? Caterpillar is present and it gets converted into the pupal stage, and the pupal stage കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും it forms the adult moth. Okay, adult male and adult female moth ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്, and the life cycle continues as such. Okay, വീണ്ടും മെയിൽ ആൻഡ് ഫീമെയിൽ അഡൾട്ട് മോത്ത് ഉണ്ടാവുന്നു, അത് ഫെർട്ടിലൈസേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നു. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ they again lay eggs and it forms larva, then pupa, and it again forms the adult. So this is actually the life cycle of silkworm. Next we will look into detail regarding the silk gland. Before that, there is another point, that is the life cycle of silkworm. Actually it involves metamorphosis. അതായത് അതിന് ഒത്തിരിയും ചേഞ്ചസ് വരുന്നുണ്ട്. അതിൻ്റെ ലൈഫ് സൈക്കിളിൽ ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. ദാറ്റ് ഇസ് വാട്ട് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്. ദാറ്റ് ഇസ് എഗ്, ലാവ, പ്യൂപ്പ ആൻഡ് ഇമ്മഗോ. ഇമ്മഗോ മീൻസ് ഒരു കംപ്ലീറ്റ് അഡൾട്ട് ഫോമിൽ എത്താത്ത ഒരു സ്റ്റേജിനെ നമ്മൾ ഇമ്മഗോ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് ഇസ് ദ അഡൾട്ട് സ്റ്റേജ്, ആൻഡ് ദ സിൽക്ക്വർം റെപ്രസെൻറ്റ് ദ ലാവൽ സ്റ്റേജ് ഓഫ് ദി സിൽക്ക് മോത്ത്. അപ്പോൾ നമുക്കറിയാം സിൽക്ക് മോത്ത് എന്നാണ്, ആ സിൽക്ക് മോത്തിൻ്റെ ഒരു ലാർവൽ സ്റ്റേജിനെയാണ് നമ്മൾ സിൽക്ക് വോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാറ്റർപില്ലർ സ്റ്റേജിനെയാണ് നമ്മൾ സിൽക്ക് വോം എന്ന് പറയുന്നത്. And here I have provided you the structure of or the diagram of Bombyx mori. ഇത് ബോംബിക്സ് മോറിയുടെ ഒരു ഡയഗ്രാം ആണ്. ഇത് വന്നിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിൽക്ക് ഗ്ലാൻഡ് ആണ്. ഓക്കെ, ദ സിൽക്ക് വോം പൊസസ് ആക്ച്വലി സിൽക്ക്, ഞാൻ പറഞ്ഞു അതൊരു ഫൈബ്രസ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞു, അത് ലിക്വിഡ് നേച്ചറിലായിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഗ്ലാൻഡ് ആണ്, ആൻഡ് ദിസ് ഇസ് ദ സിൽക്ക് ഗ്ലാൻഡ്. ഓക്കെ, സിൽക്ക് ഗ്ലാൻഡ് നമുക്ക് ബോംബിക്സ് മോറിയുടെ 4 to 8 സെഗ്മെന്റ്സ് റീജിയനിലായിട്ട് നമുക്ക് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് സിൽക്ക് ഗ്ലാൻഡ്. ഓക്കെ, ആൻഡ് ആക്ച്വലി ദ സിൽക്ക് ഗ്ലാൻഡ് ഇസ് പെയർഡ്, they are paired glands that can be found in the 4th to 8th segment of the 4th to 8th segment of its body. Okay, സോ ഒരു ഫുള്ളി ഫോംഡ് ആയിട്ടുള്ള ഒരു സിൽക്ക് വേമിൻ്റെ ബോഡിക്കകത്ത് ഏകദേശം അതിൻ്റെ ബോഡി വെയിറ്റ് കണക്കാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബോഡിയിൽ ആ ഒരു ഭാരം വരുന്നത് ഈ സിൽക്ക് ഗ്ലാൻഡിൽ നിന്നാണ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഒരു ഗ്ലാൻഡ് നമുക്ക് 3 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇറ്റ്സ് ഗ്ലാൻഡ് ക്യാൻ ബി ഡിവിസിബിൾ ഇൻ ടു മെയിൻലി 3 sections. That is, this is the anterior section, the first section, that is the anterior section, and here you can find the middle section, and this is the posterior part or posterior section. So the gland is divisible into mainly 3 sections. This is the silk gland, which can be found in the 4th to 8th segment of the silkworm, and it is divisible into mainly 3 sections: anterior, then middle, and a posterior part. Okay, actually ഈ the middle part ആണ് ഏറ്റവും കൂടുതൽ ബ്രോഡൻ ആയിട്ടുള്ള ഒരു റീജിയൻ. ആൻറ്റീരിയർ അതേപോലെ പോസ്റ്റീരിയർ പാർട്ടിൽ അത് പോയിന്റഡ് ആണ്, അതിൻ്റെ എൻഡ്സ് എല്ലാം പോയിന്റഡ് ആണ്. ആൻറ്റീരിയർ പാർട്ടും അതേപോലെ പോസ്റ്റീരിയർ റീജിയനെല്ലാം കുറെ കൂടെ പോയിന്റഡ് റീജിയൻ ആണ്, പക്ഷേ മിഡിൽ പാർട്ട് കുറച്ചും കൂടെ ബ്രോഡർ ആണ്. ഓക്കെ, ആൻഡ് ദ മിഡിൽ പോർഷൻ ഈസ് കോൾഡ് ദി റിസർവോയർ. ഈ ഒരു ബ്രോഡായിട്ടുള്ള ആ ഒരു മിഡിൽ പോർഷൻ നമ്മൾ റിസർവോയർ എന്ന് പറയുന്നത്. ഓക്കെ, and the 2 anterior ends unite to form a common duct which opens to form a spinneret. അതായത് ആൻറ്റീരിയർ പോർഷൻ ഞാൻ പറഞ്ഞു അത് കുറച്ചും കൂടെ പോയിന്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൻറ്റീരിയർ എൻഡ് അത് യുണൈറ്റ് ചെയ്ത് ഒരു കോമൺ ഡക്റ്റ് ആയിട്ട് അത് ഫോം ചെയ്യും, ആൻഡ് ദിസ് ആക്ച്വലി ഓപ്പൺസ് ടു ഫോം എ സ്പിന്നററ്റ്. അതായത് ഒരു കോമൺ ഡക്റ്റ് ആണ് അത്, ഈ ഫൈബ്രസ് പ്രോട്ടീൻ പുറത്തോട്ട് ഇജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കോമൺ ഡക്റ്റിനെയാണ് നമ്മൾ സ്പിന്നററ്റ് എന്ന് പറയുന്നത്. സ്പിന്നററ്റിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് 2
ഫിലിപ്പി ഗ്ലാൻഡ്സ് കാണാൻ വേണ്ടി പറ്റും. ദാറ്റ് ഇസ് ദേ ആർ കോൾഡ് ഗ്ലാൻഡ്സ് ഓഫ് ഫിലിപ്പി. അതിന് ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ദേ ആക്ച്വലി ലൂബ്രിക്കൻസ് ദിസ് ഫൈബ്രസ് പ്രോട്ടീൻ. ഈ ഒരു സിൽക്ക് ത്രെഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു അതിനൊരു ഒരു ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കുന്ന ഗ്ലാൻഡാണ് ദിസ് ഗ്ലാൻഡ് ഓഫ് ഫിലിപ്പി. മനസ്സിലായോ? ആക്ച്വലി ഞാൻ പറഞ്ഞു അത് ഒരു ലിക്വിഡ് നേച്ചറാണ് ഈ സിൽക്ക്. അത് പുറത്ത് വന്ന് കഴിയുമ്പോഴാണ്, അത് അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്ട് വന്ന് കഴിയുമ്പോഴാണ് അതൊന്ന് ഹാർഡൻ ചെയ്ത് മാറുന്നത്. അപ്പോൾ അതിനൊരു ലൂബ്രിക്കേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സെക്രീഷൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്ലാൻഡാണ് ഗ്ലാൻഡ് ഓഫ് ഫിലിപ്പി. ഓക്കെ, ആൻഡ് ഇതിൻ്റെ പോസ്റ്റീരിയർ പാർട്ടിലുള്ള ഈ റീജിയൻസ് ഇറ്റ് produces another protein which is called the fibroin, okay, and പിന്നെ middle portion and it forms an envelope called sericin, okay. And the next point is gland of Philippi. I have already told regarding the gland of Philippi, and the secretion of this gland, that is the gland of Philippi, with that of the silk gland, and probably lubricates the silk, and the diameter of the spinneret determines the thickness of the silk thread, which is very important. ഈ സ്പിന്നററ്റിൻ്റെ ഡയമീറ്റർ എല്ലാ സ്പീഷീസിലും ഒരേപോലെ ആയിരിക്കത്തില്ല. ചില സ്പീഷീസിൽ അതിൻ്റെ അത് സിൽക്ക് ഇജക്റ്റ് ചെയ്യുന്ന ആ ഒരു സ്പിന്നററ്റിൻ്റെ ഡയമീറ്റർ ചിലപ്പോൾ കുറവായിരിക്കാം, ചിലപ്പോൾ അത് ലാർജർ ആയിരിക്കാം. അപ്പോൾ അതനുസരിച്ചാണ് ഒരു സിൽക്ക് ത്രെഡിൻ്റെ നമ്മൾ ഒരു വിട്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ, so these are the important points regarding the life cycle of silkworm and its silk gland. Thank you.